ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗിബ്സ് ഇക്വേഷൻ. ഗിബ്സ് എനർജി എന്താണ് ഫോക്കസ് ഏരിയയിലുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ഇപ്പം തന്നെ ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമല്ലേ, നിങ്ങൾക്ക് ഇനി വേറെ ടൈമൊന്നും ഇല്ലല്ലോ. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വെറുതെ എന്താണ് ആ ടോപ്പിക്ക് എന്നല്ല ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതൊക്കെ ഞാനിവിടെ ഒപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, റൈറ്റ് ഗിബ്സ് ഇക്വേഷൻ, ഗിബ്സിൻ്റെ ഇക്വേഷൻ എഴുതൂ. അതേപോലെ വാട്ട് ഇസ് ദ സൈൻ ഫോർ ഡെൽറ്റ ജി ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്സ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ ഇത് എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ആകെ ഡൗട്ടായിരിക്കും. ഇതുവരെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒരു പാഠം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയാം എന്താണ് ഗിബ്സ് ഫംഗ്ഷൻ ഓർ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇതൊരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന അതൊരു ബ്രാഞ്ചാണ്. ഒരു നമ്മളിപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ഉള്ളൊരു ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. അതിലുള്ളൊരു ഫംഗ്ഷനാണ് ഗിബ്സ് ഫംഗ്ഷൻ ഓർ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വാട്ട് ഈസ് റൈറ്റ് ഗിബ്സ് ഇക്വേഷൻ അല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഗിബ്സ് ഫംഗ്ഷൻ ഓർ ഗിബ്സ് എനർജിയിൽ വരുന്ന ഇക്വേഷൻ ഇതാണ്, G = H - TS. ഓക്കെ, അപ്പോൾ റൈറ്റ് ഗിബ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇതിൽ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിബ്സ് എനർജിയാണ്. ഗിബ്സ് എനർജിയാണ്. എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയാണ്, എൻതാൽപ്പി. ദെൻ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ. സിമ്പിൾ അല്ലേ, ടെമ്പറേച്ചർ ആണ്. എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയാണ്, എൻട്രോപ്പി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിലോ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലൊക്കെ നമ്മളിത് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പഠിച്ചോ, G = H - TS, H - TS എന്ന് എഴുതുക. ഇനി എന്തിനാണ്, മേ ബി നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, എന്തിനാണ് ഗിബ്സ് എനർജി യൂസ് ചെയ്യുന്നത്? സോ വാട്ട് ഈസ് ദ പർപ്പസ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗിബ്സ് ഇക്വേഷൻ ഓർ ഗിബ്സ് എനർജി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം അറിഞ്ഞു വയ്ക്കുക, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈനിങ് ദ സ്പോണ്ടേനിറ്റി ഓർ ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്സ്. നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് എടുത്തു, എന്തെങ്കിലും ഒരു റിയാക്ഷൻ എടുത്തു, ആ റിയാക്ഷനിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആസിഡുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രോസസ്സ് എടുക്കുമ്പോൾ ആ പ്രോസസ്സ് എത്രത്തോളം ഫാസ്റ്റാണ്, എത്ര ആക്ഷൻ അവർ എടുക്കുന്നുണ്ട്, എത്ര സ്പോണ്ടേനിറ്റി എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താ, എത്രത്തോളം അത് ഫാസ്റ്റായിട്ട് ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ ഓടുമ്പോൾ എത്രത്തോളം ഫാസ്റ്റാണ് നമ്മൾ നോക്കില്ല, അതേപോലെ ഒരു പ്രോസസ്സ് എടുക്കുമ്പോൾ എത്രത്തോളം ഫാസ്റ്റാണ് എന്ന് പറയുന്നതാണ്. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗിബ്സ് ഇക്വേഷൻ. എത്രത്തോളം സ്പോണ്ടേനിയസ് ആണെന്ന് ഡിറ്റർമൈനിങ് ദ സ്പോണ്ടേനിറ്റി ഓർ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആ പ്രോസസ്സ് എത്ര കാലം നിലനിൽക്കും, എത്ര ഫാസ്റ്റ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഗിബ്സ് എനർജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഒപ്പം പഠിക്കുക. ഇതാണ് ഇക്വേഷൻ. ഇനി വാട്ട് ഇസ് ദ സൈൻ ഫോർ ഡെൽറ്റ ജി ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക, സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഡെൽറ്റ ജി നമ്മളിപ്പോൾ ഇത് നമുക്കൊരു ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്നത് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇതിൽ ചോദിക്കട്ടെ, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുമെന്ന് വിചാരിക്കും. ഡെൽറ്റ ജി നമ്മളിതുപോലെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ നെഗറ്റീവ് കിട്ടൽ അതിൻ്റെ അർത്ഥം അത് സ്പോണ്ടേനിയസ് ആണ്. ഒപ്പം പഠിച്ചോളൂ. ഇനി 0 എന്ന് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്, ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, അത് നോൺ സ്പോണ്ടേനിയസ് ആണ്, അതായത് അത്ര ഫാസ്റ്റായിട്ടൊന്നും നടക്കുന്നില്ല. എവിടെ, ഫോർവേഡ് റിയാക്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് 10th പഠിക്കുന്നതാണ്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആവും, അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷനിലോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, സ്പോണ്ടേനിയസ് ആവും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം, പോസിറ്റീവ് ആണെങ്കിലോ നോൺ സ്പോണ്ടേനിയസ് ഇൻ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡിൽ നോൺ സ്പോണ്ടേനിയസ് ആവും, പക്ഷേ ബാക്ക്വേർഡിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബേസിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക, അതായത് ഇതിപ്പോൾ ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് മെൻ ബൈ എ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ ഈസ് റിലേറ്റഡ് ടു എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി, നമ്മൾ ആ ഇക്വേഷൻ എഴുതുക. ദെൻ ഹൗ ഈസ് ഇറ്റ് യൂസ്ഫുൾ, എങ്ങനെയാണ് നമ്മളത് യൂസ്ഫുൾ ആക്കുന്നത്, എങ്ങനെയാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ നമ്മളിത് എഴുതുക, സ്പോണ്ടേനിയസ് ആണെങ്കിൽ നെഗറ്റീവ്, നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ പോസിറ്റീവ്, 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രം 4 മാർക്ക്
മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് എങ്ങനെയാണ് പ്രോബ്ലംസ് വരിക നോക്കാം. പ്രോബ്ലം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഭയങ്കര അയ്യോ ഇത് കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട, സിമ്പിളാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അത് എന്തെങ്കിലും ആവട്ടെ, നമുക്കത് ആവശ്യമില്ല. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ എൻതാൽപ്പിയും എൻട്രോപ്പി ചേഞ്ചസ് നമുക്ക് തന്നിട്ടുണ്ട്. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ, എച്ച് ആണ്, അത് അറിഞ്ഞിരിക്കണം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ, എസ്. എൻട്രോപ്പി എസ്. ഇതെന്താണെന്നൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പറയൂട്ടെ. തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ജസ്റ്റ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എസ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. -20.5 കിലോ ജൂൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ എൻതാൽപ്പി ആദ്യം എൻതാൽപ്പി അല്ല, അപ്പോൾ എച്ച് ആണ് -20.5. ദെൻ നമുക്ക് എൻട്രോപ്പി തന്നിട്ടുണ്ട്. എൻട്രോപ്പി രണ്ടാമത്താണ് പറയുക, അപ്പോൾ രണ്ടാമത്തെ വാല്യൂ എൻട്രോപ്പി ആണ്. -50.4 ജൂളിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ കിലോ ജൂളും ഇവിടെ ജൂളും, ഇങ്ങനെ രണ്ടും 2 യൂണിറ്റ് ആവാൻ പാടില്ല. ഒന്നുകിൽ 2 കിലോ ജൂൾ അല്ലെങ്കിൽ 2 ജൂൾ. അപ്പോൾ നമുക്ക് എന്താ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, കിലോ ജൂള് നമുക്ക് ജൂളാക്കി മാറ്റാം. അപ്പോൾ ഇതും ജൂളായി, ഇതും ജൂളായി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റാം എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ പ്രെഡിക്റ്റ് വെദർ ദ റിയാക്ഷൻ ഒക്കേഴ്സ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചറൊക്കെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് പറയുക. അപ്പോൾ ടി തന്നിട്ടുണ്ട്, അപ്പോൾ ടി എച്ച് എസ് ഒക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ ചെയ്താൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള 3 വാല്യൂസ് എടുത്ത് എഴുതി. ഡെൽറ്റ എച്ച് ആണ് എൻതാൽപ്പി ആണ്, ഇത് എൻട്രോപ്പി. ഡെൽറ്റ എസ് എന്നാണ് പറയുക, അതാണ് -50.4 ജൂളാണ്, ഇത് കിലോ ജൂളാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കാട്ടെ. ഇത് കിലോ ജൂള്, ജൂള്. അപ്പോൾ നമുക്ക് കിലോ ജൂളിനെ ജൂൾ എങ്ങനെ ആക്കാൻ പറ്റുക, ഇതിനെ ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കിലോ ജൂളിലാണെങ്കിൽ നമുക്കതിനെ ജൂളിലാക്കാൻ എന്ത് ചെയ്യുക, ഇൻറ്റു 10⁻³ എന്നുള്ള ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഇതിൽ ചെയ്താൽ മതി. ദെൻ ടി നമുക്ക് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. സെൽഷ്യസിലുള്ളതിനൊക്കെ നമ്മൾ കെൽവിനിലോട്ട് മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 273 ആഡ് ചെയ്യുക. ഈ 3 സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഇക്വേഷൻ ചെയ്ത് അതിലിട്ട് കൊടുക്കുക. ഡെൽറ്റ എച്ചിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, -20.5 എന്നിട്ട് കൊടുത്തു. ഇൻറ്റു എന്തുണ്ട് ഇവിടെ, ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ കിലോ ജൂളിനെ ജൂളാക്കി. മൈനസ് ടി എന്താണ്, 283 ഇൻറ്റു ഡെൽറ്റ എസ് എന്താണ്, -50.4. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ ഇതിട്ട് കൊടുക്കുക. അതേ മൈനസ് ഇതൊക്കെ ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. നമ്മളിവിടെ 25 ഡിഗ്രിയുടെ കൂടെ 273 ആഡ് ചെയ്യുമ്പോൾ 298 എന്നാണ് നമുക്ക് കിട്ടുക. 298 കെൽവിൻ എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ 298 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. എച്ച് ഇട്ട് കൊടുക്കുക, ദെൻ ടി ഇട്ട് കൊടുക്കുക, ദെൻ ഡെൽറ്റ എസ് ഇട്ട് കൊടുക്കുക. നമുക്കിത് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ആൻസർ വരിക 5480.8 ജൂൾ പെർ മോൾ എന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഡെൽറ്റ ജിയുടെ ഒക്കെ യൂണിറ്റ് ഇതാണ്, ജൂൾ പെർ മോൾ. ജൂൾ മോൾ ഇൻവേഴ്സ് ആണ് ഇതിൻ്റെ ഡെൽറ്റ ജി. നമുക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് അല്ല കിട്ടിയത്. നെഗറ്റീവ് ആണെങ്കിൽ എന്താണത്, സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നിട്ടുള്ളത് നോക്കിയാൽ ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ജി നമ്മൾ എഴുതി ജസ്റ്റ് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. നമുക്കത് -5480.8 ജൂൾ പെർ മോൾ എന്നാണ് കിട്ടി. നെഗറ്റീവ് ആയ കാരണം പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്, കിലോ ജൂളിലൊക്കെ തന്നു കഴിഞ്ഞാൽ അതിനെ ജൂളിലോട്ട് മാറ്റാനായിട്ട് ഇൻറ്റു 10⁻³ ചെയ്യുക. ഡെൽറ്റ എസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ജൂളാണെങ്കിൽ അതുപോലെ എഴുതുക. ടി എപ്പോഴും കെൽവിലാണ്. അപ്പോൾ നമ്മൾ 273 എഴുതി, ശ്രദ്ധിച്ച് ആഡ് ചെയ്യുക. 298 ആണ് ഇവിടെ ആൻസർ വന്നിട്ടുള്ളത്. ദെൻ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഗിബ്സ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. പ്രോബ്ലംസ് നോക്കി, എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ നമുക്കിനി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്സും നിങ്ങളിപ്പോൾ കെമിസ്ട്രി പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.